ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നാളായിട്ട് അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അമ്മ ഇല്ലാത്ത ഒരു ദിവസം, പക്ഷേ ഇടയ്ക്ക് അമ്മേനെ പോയി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് പോയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഉച്ച വരെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ പോയപ്പോൾ കുറേ പാത്രങ്ങളുണ്ട്. എന്നും ഞാൻ രാത്രി കഴുകിയിട്ട്, ഞാനല്ല അമ്മയെ കഴുകിയൊക്കെ വെച്ചിട്ട് കിടക്കാറ്. അപ്പോൾ അമ്മയില്ലായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് ടയേർഡായതുകൊണ്ട് ഞാനും രാത്രി പാത്രമൊന്നും കഴുകിയില്ല. അപ്പോൾ അടുക്കളയുടെ ഒരു കോലും ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി അതിനെ ഒന്ന് വൃത്തിയാക്കണം. ഫസ്റ്റ് ഞാൻ പോയി ബെഡൊക്കെ നന്നായിട്ടൊന്ന് വിരിച്ചിട്ടു, റൂമൊന്ന് വൃത്തിയാക്കി അടുക്കി പറക്കി വെച്ചു. ബെഡൊക്കെ എനിക്ക് പറ്റുന്നത്. അപ്പോൾ ഞാൻ പാട്ടിട്ടു. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നൊരു ഫീലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ ലളിതാ സഹസ്രനാമമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ റൂമൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി വെച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ വന്നിട്ട് ചെരുപ്പിട്ടില്ല. ഭയങ്കര മഴയാണ് വെളിയിൽ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു 5 ദിവസം കൊണ്ട് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുവാണല്ലോ. അപ്പം ഞാൻ ചെരുപ്പിടാതെ നിന്ന് കഴിഞ്ഞാൽ കാലിന് പണി കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് അടുക്കളയിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ പണ്ടത്തെ ഒരു സ്പീഡിന് എനിക്കിപ്പോൾ ജോലി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കുറച്ച് പതിയെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് ഞാൻ നന്നായിട്ട് വീട് അടുക്കളയൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ക്ലീനാക്കി വെച്ചു. ഇനി എന്നിട്ട് കുറച്ച് വിളക്കൊക്കെ ഒന്ന് കഴുകണം, ഒന്ന് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് പതിയെ ചെയ്യാനായിട്ട് പോകണം. ഇപ്പോൾ ഒരു സമയം 7 മണിയായിട്ടുണ്ട്. ഞാൻ 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ കണ്ടോ, ഇന്നലെ വൈകുന്നേരം വെച്ചിരുന്ന കപ്പുകൾ വരെ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി. ഈ മഴയും കൂടെ ആയതുകൊണ്ട് നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്റില്ലാതെ പറ്റത്തില്ല. നമ്മൾക്ക് ഒരുപാട് കൊതുക് തിരിയൊന്നും യൂസ് ചെയ്യാനും പറ്റില്ലല്ലോ, അതിൻ്റെ പുകയും നല്ലതല്ല. അപ്പം ഞാനൊന്ന് എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വീടൊക്കെ ഒന്ന് ഒതുക്കി, തറയൊക്കെ ഒന്ന് തൂത്തു, മറ്റേ വാഷ് ബേസ് എല്ലാം കഴുകിയിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ടയേർഡായി. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുളിച്ചിട്ട് വന്ന് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാം. അതാകുമ്പോൾ കുറച്ച് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തു പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ചൂടാക്കാൻ വെച്ചു. അതിനുശേഷം മുട്ട വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. 2 മുട്ട ഇട്ടിട്ടുണ്ട്. എനിക്കൊരെണ്ണം, ചേട്ടന് ഒരു മുട്ട, അങ്ങനെ 2 മുട്ട വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും അരിയാനായിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കും പോലെ തന്നെ ചട്ടി വെച്ചിട്ട് നല്ല എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില ഇതിട്ട് നന്നായിട്ട് ഞാൻ വഴറ്റി. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ അടച്ച് വെക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, അതിൽ ഏലക്ക ഞാനിടും. ഏലക്ക ഇട്ടിട്ട് അത് അടച്ചങ്ങ് വെക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ കുറച്ച് എണ്ണ മതി. നന്നായിട്ട് വഴറ്റി അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഞാൻ വഴറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, പുട്ടിന് മാവ് നനയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടി ആ സൈമൾട്ടേനിയസ്ലി നടന്നു പോകുമല്ലോ. അങ്ങനെ അപ്പോഴത്തേക്കും എനിക്ക് വിശന്നു കേട്ടോ. രാവിലെ ഞാൻ 6 മണിക്ക് എണീറ്റതല്ലേ. അപ്പോൾ കുറച്ച് വിശന്നു. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ കഴുകിയിട്ട് അത് കഴിച്ചു. അതും കുറച്ച് വെള്ളവും കൂടെയൊക്കെ കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് അതിന് ശേഷമാണ് ഞാൻ മാവെടുത്ത് നനയ്ക്കാനായിട്ട് തുടങ്ങിയത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുട്ടക്കറിയുടെ ഉള്ളീനെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പം പിന്നെ കുറച്ച് നമ്മൾ അപ്പോഴത്തേക്കും പുട്ട് അടുപ്പത്താക്കി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാനിങ്ങനെ കൈയിട്ടിങ്ങനെ കാണിക്കുന്നത്. ഈ പാത്രം കഴുകുന്നത് എനിക്കിഷ്ടമല്ലാത്ത പരിപാടിയാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല ഇതിലായിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മുടെ മുട്ട കുറച്ചിങ്ങനെ പൊളന്നു പോയി, എന്നാലും ഞാൻ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും പാത്രങ്ങളുണ്ട്. കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ച് അടുക്കള നല്ലതുപോലെ വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചു ആ വൈപ്പ് വെച്ചങ്ങ് ഫുൾ തുടച്ചിട്ടാൽ കുഴപ്പമില്ലല്ലോ. ഇനി ഞങ്ങൾ വന്നിട്ട് വീട്ടിലേക്ക് പോകാൻ പോവാണേ. കാരണം അമ്മേനെ വിളിച്ചുകൊണ്ട് വരണം. പിന്നെ അതുപോലെ ഇന്ന് വന്നിട്ട്
വാവാണ്. അപ്പോൾ അമ്മ അവിടെ സദ്യയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ പോയി കഴിക്കാമല്ലോ. അപ്പോൾ ഇത്രയും പണി ചെയ്തപ്പോൾ തന്നെ ഞാൻ ടയേർഡായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു 2-3 റംബൂട്ടാൻ കൂടി എടുത്തിട്ട് അതുകൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിച്ചിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരാൾ അവിടെ നിന്ന് തിരിച്ച് വണ്ടി കഴുകുകയാണ് കേട്ടോ. കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് എവിടെ പോകണമെങ്കിൽ നമ്മളൊക്കെ സാധാരണ എവിടെയെങ്കിലും പോയിട്ട് വന്ന് വണ്ടി കഴുകിയിടില്ല. ഇത് ചേട്ടൻ അങ്ങനെയല്ല, എവിടെ പോകുന്നതിന് മുമ്പും വണ്ടി കഴുകിയിട്ടേ വണ്ടി എടുക്കുകയുള്ളൂ. അത് ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇന്നാണ് പോകാൻ പറ്റും, വേറെ പോകാമെന്നൊക്കെ പറഞ്ഞു. വീട്ടിലോട്ടൊന്ന് പോകാനായിട്ട് പോവാണ് കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അവിടെ ഭയങ്കര മഴയെന്നാണ് ഉമ്മ പറയണത്. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. ചേട്ടൻ ഗേറ്റൊക്കെ അടച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നല്ല മഴയൊക്കെ കഴിയുമ്പോൾ നല്ല വഴി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭംഗി ഞങ്ങൾ വീട്ടിൽ വന്ന് നിൽക്കുവാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് അമ്മ കൊടയും കൊണ്ട് വരികയാണ് കേട്ടോ. ചേട്ടൻ ഇവിടെ ഇരുന്ന് വേറെ എന്തോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴ നനഞ്ഞ് പനി പിടിച്ചാൽ പറ്റൂലല്ലോ. അമ്മത കുടയായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് പരിയാറുണ്ട്. അപ്പോൾ ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി, തോരൻ, എന്തിനാ ഉടച്ചെറി, അവിയൽ, പരിപ്പ്. ചേട്ടനും കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതിലൊരു ഫോട്ടോയും കൊടുത്തേക്കാം, തമ്പുലൈൻ വീട്. നമ്മൾ തിരിച്ചിപ്പോൾ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കയറി ഒന്ന് കോഫി അല്ലെങ്കിൽ ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. ചേട്ടൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല മഴയാണ്. ഈ മഴയ്ക്ക് മുമ്പ് എത്തണമെന്ന് വിചാരിച്ച് പറ്റിയില്ല, ഭയങ്കര മഴ. നമ്മളിതാ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാം, പറ്റുന്നിടത്ത് ഒതുക്കി ഒരു ചായ കുടിക്കാന്നാണ് വിചാരിക്കണേ. മഴ നനയാനും പാഴത്തിട്ടില്ല. ഇന്ന് ഓൾറെഡി ഞാൻ നനഞ്ഞു. സന്ധ്യ ആയിട്ടുണ്ട്. സന്ധ്യയ്ക്ക് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി നമുക്ക് ലൈറ്റ് ഇടാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്തോടെ ലൈറ്റൊക്കെ ഇടാം. നമ്മൾ ഇതിൽ നമ്മൾ കുഞ്ചാന വെച്ചിട്ടുണ്ട്. അത് റൂമിലോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി പുകയ്ക്കാം. ഇതുമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഫാനോടെ ഇട്ട് വയ്ക്കാം. ഇതാണ് ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകാൻ പോവാണ്. അപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിക്കൊക്കെ പോയതിന് ശേഷം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഡിന്നർ കഴിക്കും. അപ്പോൾ ഇന്ന് വന്നിട്ട് ചേന പുഴുങ്ങിയതും അതുപോലെ മുളക് ഉടച്ചതുമായിരുന്നു കേട്ടോ. ബെഡ് ടൈമിൽ കുറച്ച് നോട്ട്സൊക്കെ എഴുതും. അപ്പോൾ അത് എഴുതാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.